So welcome back to the channel. So നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം യൂസിങ് ജാവ. അതായത് കമ്പ്യൂട്ടർ സയൻസുകാരുടെ സെമസ്റ്റർ 3-ലുള്ളൊരു കോർ സബ്ജക്റ്റാണ് ജാവയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് CST 205 കോഡ് വരുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവയുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ മൊഡ്യൂൾ 1-ൽ നമുക്ക് 3 മെയിൻ ആയിട്ടാണ് മൊഡ്യൂൾ 1 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ അപ്രോച്ചസ് ടു സോഫ്റ്റ്വെയർ ഡിസൈൻ, പിന്നെ ഒബ്ജക്റ്റ് മോഡലിംഗ് യൂസിങ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്, നെക്സ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു ജാവ. സോ ഇത് 3 ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 1-ൽ കൺസിഡർ ആയിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അപ്രോച്ചസ് ടു സോഫ്റ്റ്വെയർ ഡിസൈൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈനും ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈനും പഠിക്കാനുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് നോക്കാം. സോ വാട്ട് ഈസ് എ സോഫ്റ്റ്വെയർ? എന്താണ് ഒരു സോഫ്റ്റ്വെയർ? നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ സയൻസിൽ എപ്പോഴും കേൾക്കുന്നതാണ് സോഫ്റ്റ്വെയർ. എന്താണ് ഈ സോഫ്റ്റ്വെയർ? സോഫ്റ്റ്വെയർ is a set of instructions, data or program used to operate the computers and execute specific tasks. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആ പ്രോഗ്രാം കൊണ്ടാണ് പല സ്പെസിഫിക് ടാസ്കുകളും കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ഓപ്പറേഷൻ നടത്താനും അല്ലെങ്കിൽ എക്സിക്യൂഷൻ നടത്താനും ചില സ്പെസിഫിക് ടാസ്ക് ഒക്കെ പെർഫോം ചെയ്യുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് കൊണ്ടാണ്. സോ അതാണ് മെയിൻലി സോഫ്റ്റ്വെയർ. സോ സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഡേറ്റ ഓർ പ്രോഗ്രാംസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് ദ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ട് ദ സ്പെസിഫിക് ടാസ്ക്. സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ടെൽ എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റ് ഓഫ് പ്രോഗ്രാമിൻ്റെ കാര്യത്തിലായാലും കോഡിൻ്റെ മുഖേനയായാലും ആ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് രൂപേണ ആയിരിക്കും. വിത്തൗട്ട് സോഫ്റ്റ്വെയർ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വുഡ് ബി യൂസ്ലെസ്. സോഫ്റ്റ്വെയർസ് ഇല്ലാതെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. സോഫ്റ്റ്വെയർ ഇല്ലാതെ അതിന് മെയിൻലി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാതെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റത്തില്ല. സോ വിത്തൗട്ട് എ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ വുഡ് ബി എ യൂസ്ലെസ് ഡിവൈസ്. ഫോർ എക്സാമ്പിൾ, വിത്തൗട്ട് യുവർ ഇന്റർനെറ്റ് ബ്രൗസർ സോഫ്റ്റ്വെയർ യു കുഡ് നോട്ട് സർഫ് ദ internet. Without an operating system you can even log into a system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇന്റർനെറ്റ് ബ്രൗസർ സോഫ്റ്റ്വെയർ ഇല്ലാതെ നമുക്കൊരു ഇന്റർനെറ്റ് സർഫ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഇതും പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ ഇല്ലാത്ത കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ, സോഫ്റ്റ്വെയർ ഇല്ലാത്ത കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂസ്ലെസ് ഡിവൈസ് ആണ് ഈ കമ്പ്യൂട്ടറായി മാറും. The term was coined to differentiate these instructions from hardware. By the software we referring to all the variants such as middleware, OS, firmware, etc. നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആ വാക്കിൽ തന്നെയുണ്ട്, സിസ്റ്റത്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് മെയിൻലി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിന് നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. സിസ്റ്റത്തിന് അത്യാവശ്യമുള്ള സോഫ്റ്റ്വെയർസ്, അതായത് മാൻഡേറ്ററി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആയിരിക്കും. എക്സാമ്പിൾ പറയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ മാൻഡേറ്ററി ആയിട്ടൊരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ, ഇതൊക്കെ എന്താണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് നോക്കിയേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ അറിയാം, ആപ്ലിക്കേഷൻസ് നമ്മൾ കമ്പ്യൂട്ടറിലായാലും ഫോണിലായാലും ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. അതായത് നമുക്ക് ആഗ്രഹമുള്ളത് യൂസർ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസ് അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തില്ല, ഒരു സിസ്റ്റത്തിൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുക, അതായത് നമ്മുടെ യൂസറിന് ആവശ്യമുള്ള കാര്യങ്ങൾ എക്സ്ട്രാ യൂസർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? മൈക്രോസോഫ്റ്റ് ഓഫീസ്, മൈക്രോസോഫ്റ്റ് വേർഡ്, ഗെയിംസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ മെയിൻലി ഗെയിംസ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തന്നെയാണ്. ഗെയിംസ് ഒക്കെ നമ്മൾ കളിക്കാൻ വേണ്ടി നമ്മുടെ ഒരു യൂസറിൻ്റെ ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്. സോഫ്റ്റ്വെയർ ഡിസൈൻ ഇസ് എ പ്രോസസ് ടു ട്രാൻസ്ഫോം യൂസർ റിക്വയർമെൻറ്റ്സ് ഇൻ ടു സം സ്യൂട്ടബിൾ ഫോം വിച്ച് ഹെൽപ്സ് ദ പ്രോഗ്രാമർ ഇൻ സോഫ്റ്റ്വെയർ കോഡിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. സോ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ മെയിൻലി ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ഒരു പ്രോസസ്സ്. അതായത് നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കിയേ, ഇൻപുട്ട് റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. നമ്മൾ എന്തൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ വേണം. നമുക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ
എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ വേണം, ഒരു ആപ്ലിക്കേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ, ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് റിക്വയർമെൻറ്റ്സും സ്പെസിഫിക്കേഷൻസ് ഇൻപുട്ടായിട്ട് കൊടുക്കും. സീക്വൻസ് ഓഫ് ടാസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡിസൈൻ പ്രോസസ്സ് നടക്കും. ഞാൻ കൊടുക്കുന്ന ഇൻപുട്സിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും, ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യും. അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ സോഫ്റ്റ്വെയർ ഡിസൈൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഏജന്റ് ക്രിയേറ്റ്സ് എ സ്പെസിഫിക്കേഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ ആർട്ടിഫാക്ട് intended to accomplish the goals using a set of primitive components and subject to constraints. Okay. Mainly the approaches to software design la varunathu namukku rendu generic software development approaches undu. One top down um one bottom up. Top down nu പറഞ്ഞാൽ decomposition ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ സ്പ്ലിറ്റ് ചെയ്ത് പോവുക. For problems that can be modeled hierarchically ആയിരിക്കും പ്രോബ്ലംസ് അവർ മോഡൽ ചെയ്യുന്നത്. Can differ implementation details. Top functions of the system might be the hard to identify. ഏറ്റവും ടോപ്പിലുള്ളതായിരിക്കും എന്ത്, ഏറ്റവും കൂടുതൽ ഹാർഡും അതേപോലെ സെക്യൂർ ആയിട്ടുള്ളതും അതായിരിക്കും. ബോട്ടം അപ്പ് ആണ് നോക്കി കമ്പോസിഷൻ ആണ്. അതായത് ഏർലി ഐഡന്റിഫിക്കേഷൻ ഓഫ് യൂസ്ഫുൾ യൂട്ടിലിറ്റി റൂട്ടീൻസ്. റീയൂസ് ആണ്. അതേപോലെ നോട്ട് നാച്ചുറൽ ഫോർ പീപ്പിൾ ടു അസംബിൾ. സംടൈംസ് യു ക്യാൻ നോട്ട് ബിൽഡ് എ പ്രോഗ്രാം ഫ്രം ദ പീസസ് യു ഹാവ് സ്റ്റാർട്ടഡ്. അതാണ് ബോട്ടം അപ്പ് ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ അല്ലെങ്കിൽ FOD. FOD is an approach to software design. Software design mainly രണ്ട് അപ്രോച്ചസ് ആണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ. സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ എന്നാണ്. Okay, so where the design is decomposed into a set of interacting units where each unit has a clearly defined function. So ഇവിടെ എന്താ സംഭവിക്കുന്നത്, ആ ഒരു സോഫ്റ്റ്വെയർ ഡിസൈനെ നമ്മൾ എന്ത് ചെയ്യുന്നതിന് ആ ഡിസൈനെ ഡീകമ്പോസ് ചെയ്ത് രണ്ട് സെറ്റ് ഓഫ് ഇൻട്രാക്റ്റിംഗ് യൂണിറ്റ്സ് ആവും. ആ രണ്ട് യൂണിറ്റ്സിനും ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ ക്ലിയർലി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു അപ്രോച്ച് ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ ആണ് എന്ത്, ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ. അതായത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ബേസ്ഡ് ആയിരിക്കും ആ ഒരു സോഫ്റ്റ്വെയർ ഡിസൈനിങ് നടക്കുന്നത്. This design mechanism divides the whole system into smaller functions. ഈ ഒരു ഡിസൈനിങ് മെക്കാനിസം ആ ഒരു ഹോൾ സിസ്റ്റത്തെ എന്ത് ചെയ്യും, smaller functions ആയിട്ട് ഡിവൈഡ് ചെയ്യും. Starting at this high level view of system, each function is successively refined into more detailed functions. The system state is centralized and shared among different functions. Mainly ഉദ്ദേശിക്കുന്നത് top down approach ആണ്. Okay. At first, FOD views a system as a black box that provides a set of services to the users of the software. Thus, these services provided by the software to its users are also known as high-level functions supported by the software. So, the term top-down decomposition is often used to denote the successive decomposition of a set of high-level functions into more detailed functions. A high-level section decomposition the high-level function ആണ് നമ്മൾ എന്ത് detailed function ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. ഫങ്ഷണൽ മൊഡ്യൂൾസ് ക്യാൻ ഷെയർ ദ ഇൻഫർമേഷൻ എമംഗ് ദംസെൽസ് ബൈ മീൻസ് ഓഫ് ഇൻഫർമേഷൻ പാസിംഗ് ആൻഡ് യൂസിങ് ഇൻഫർമേഷൻ അവൈലബിൾ ഗ്ലോബലി. സോ മെയിൻലി ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ മെയിൻലി യൂസ് ചെയ്യുന്ന ബാങ്കിങ് പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ ആണ്. അവർ ഫങ്ഷൻസ് യൂസ് ചെയ്തായിരിക്കും എന്ത് ചെയ്യണത്, ഫങ്ഷണൽ മൊഡ്യൂൾസ് ആയിരിക്കും അവിടെ എന്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. Here withdraw, deposit, transfer are the functions and that can be divided into sub functions. ഈ withdraw, deposit, transfer നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, sub functions ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. So in FOD the entire problem is divided into number of functions and those functions are broken down into smaller functions and these smaller functions are converted into software models. So FOD mainly എന്താണ് ഓവറോൾ പറഞ്ഞുതരാം, ഒരു entire പ്രോബ്ലത്തെ അവരെന്ത് ചെയ്യും, ന്യൂമറസ് സ്മോൾ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഫങ്ഷൻസിനെ എല്ലാം കൂടി ചെയ്ത് അവരെന്ത് ചെയ്യും, ആ സ്മോളർ ഫങ്ഷൻസിൽ എല്ലാവരും കൂടി അവർ ചേർത്ത് ഒരു സോഫ്റ്റ്വെയർ മൊഡ്യൂൾ ആക്കും. അതാണ് ഈ ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ മനസ്സിലായല്ലോ. മെയിൻലി ഇതാണ് ഫങ്ഷണൽ ഓറിയന്റഡ് ഡിസൈൻ. ഇനി നമുക്ക് പഠിക്കുള്ള ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. സോ ഒന്നും കൂടി ഞാൻ കവറപ്പ് ചെയ്യാം ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു എന്താണ് സോഫ്റ്റ്വെയർ മനസ്സിലായല്ലോ. നമ്മൾ കമ്പ്യൂട്ടറിനെ എക്സിക്യൂട്ട് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും നമ്മൾ കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ മെയിൻലി രണ്ട് ടൈപ്പ് ഉണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞു, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എന്തായിരിക്കും, സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് കമ്പ്യൂട്ടറിന് ആവശ്യമുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർസ് ഒക്കെ സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലി ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ട് കമ്പ്യൂട്ടറിലുള്ള സിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയർസ്, അതുകൊണ്ടാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മെയിൻലി നമുക്കറിയാം നമ്മുടെ
ഇഷ്ടം അനുസരിച്ച് നമ്മൾ യൂസറാണ് തീരുമാനിക്കുന്നത് ഏത് ആപ്ലിക്കേഷൻ നമുക്ക് സോഫ്റ്റ്വെയർ വേണം. എന്നത് മാൻഡേറ്റ് ഇല്ല. ഇന്ന ഒരു സിസ്റ്റത്തിൽ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ല എന്ന് പറഞ്ഞ് ആ കമ്പ്യൂട്ടറിനൊന്നും പറ്റത്തില്ല. സോ നമ്മുടെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗെയിംസ്, അതേപോലെ മൈക്രോസോഫ്റ്റ് വേർഡ്, PDF റീഡർ, അങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ഇല്ലേ, അതൊക്കെ മെയിൻലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരും. ഓക്കെ, പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഡിസൈൻ പഠിച്ചു. പിന്നെ നമ്മൾ ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ പഠിച്ചു. ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈനിൽ മെയിൻലി നമ്മൾ പറഞ്ഞു ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതൊരു ഡിസൈൻ മെക്കാനിസം, ഒരു ഹോൾ സിസ്റ്റത്തെ സ്മോളർ ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ സ്മോളർ ഫങ്ഷൻസത്തെ ഒരു സോഫ്റ്റ്വെയർ മോഡ്യൂളായിട്ട് മാറുകയാണ് ഈ ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ മെയിൻലി ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു ബാങ്കിങ് പ്രോസസ്സ്. ഓക്കെ, സോ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പഠിപ്പിച്ചത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺഡ് ഇൻ അവർ ചാനൽ. താങ്ക് യു.